പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുതും. കാരണം അതിനുശേഷം ഈ പുള്ളിക്കാരന് ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് ദേഷ്യമായല്ലോ. അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനെൻ്റെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം. ബീച്ചേട്ടൻ എന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബീച്ചേട്ടൻ പുള്ളിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ എന്തിനാ ഇങ്ങനെ പുള്ളിക്കാരെ എന്തിനിങ്ങനെ വേദനിപ്പിക്കണം, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി എന്താണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിഷ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, നിഷ ഡള്ളായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റണില്ല. സാർ അത് നിർത്തുന്നു പറഞ്ഞാൽ പിന്നെയും പുള്ളി അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു കുറേ കാലം. ഞാനപ്പോൾ എന്നോട് ശ്രീകണ്ഠ സാറിനടുത്ത് പറയാൻ പറഞ്ഞു. ഞാൻ ശ്രീകണ്ഠ സാറിനടുത്ത് പറഞ്ഞു. ശ്രീകണ്ഠ സാർ ഒന്ന് വാൺ ചെയ്തു. എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും